മ്യൂസിക്കൽ ഡ്രാമയായി ജോഫിൻ ആൻഡ് ടീം. എത്രയും സ്നേഹം നിറഞ്ഞവരെ, കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദം ഉയർത്തുക എന്നത് അനിവാര്യമായി കണ്ട് ഫാത്തിമ മാത സൺഡേ സ്കൂൾ തേക്കുംകുറ്റി അവതരിപ്പിക്കുന്നു ഇന്നിന്റെ തോമ. ഗുരു കൊല്ലപ്പെട്ടു. അവന്റെ അടക്കും കഴിഞ്ഞു. ഭയന്നു വിറച്ച് പുറത്തേക്കിറങ്ങാൻ ധൈര്യമില്ലാതിരുന്ന ശിഷ്യന്മാർ കതകടച്ച് മരണഭയത്തിൽ ദിനങ്ങൾ ചിലവഴിച്ചു. അവർക്കിടയിൽ ഒരേയൊരുവൻ മാത്രം ഭയത്തെ വകവയ്ക്കാതെ പുറത്തേക്കിറങ്ങി. അവന്റെ വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വല്ലാത്തൊരു തരം ധൈര്യം തളം കെട്ടിയിരുന്നു. അവനാണ് തോമാസ് ലീഹ. ഇന്നെന്റെ തോമാമാരെ തേടി ദാ വരുന്നു തോമാസ് ലീഹ. ക്രിസ്തുവിൻ 12 ശിഷ്യരിൽ ധീരനാ ദിദിമോസ് എന്നൊരു തോമാസ് ലീഹ. യൂദയ നാട്ടിലെ ജനാശ്രത്തീരത്ത് മുക്കുവ പുത്രനായി ജനിച്ചു തോമാ. ദുക്രാനയ്ക്ക് എന്റെ പേരിൽ ഊട്ട് കഴിച്ചു പോയാൽ പോരാ. എന്നെ പോലെ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ സാധിക്കണം. ആഘോഷങ്ങളിലൂടെ ക്രിസ്തുവിനും സഭയ്ക്കും സാക്ഷികളാവാൻ നിങ്ങളെ കഴിഞ്ഞേ മറ്റു ജനതയുള്ളൂ എന്ന് വിശ്വാസത്തിൽ നിങ്ങളുടെ പിതാവായ ഈ തോമാസ് ലീഹായ്ക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനായി ജീവിക്കാൻ ആരുണ്ട്? യേശുവിനായി ജീവൻ നൽകാൻ ആരുണ്ട്? യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്? എന്റെ യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൂതന്മാരെ, മാലാഖ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തന്നെ ഈ കൂടിയിരിക്കുന്നവരോട് ചോദിക്കുവിൻ. ദൈവകൽപ്പനകൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? ഇല്ലെങ്കിൽ ഈ മാലാഖ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഒന്നാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാം പ്രമാണം, ദൈവത്തിന്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. മൂന്നാം പ്രമാണം, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നാലാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അഞ്ചാം പ്രമാണം, കൊല്ലരുത്. ആറാം പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. ഏഴാം പ്രമാണം, മോഷ്ടിക്കരുത്. എട്ടാം പ്രമാണം, കള്ളസാക്ഷ്യം പറയരുത്. ഒമ്പതാം പ്രമാണം, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. പത്താം പ്രമാണം, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. സഭയേ, തിരുസഭയേ, ദൈവത്തെ മറന്നിടല്ലേ. സഭയേ, പ്രിയ സഭയേ, യേശുവിനെ മറന്നിടല്ലേ. തലയെ മറന്നുപോയാ ഉടലിനു വിലയില്ലല്ലോ. തലയോടു മറുതലിച്ച ഉടലിനും നിലയില്ലല്ലോ. സഭയെ, തിരുസഭയെ, ദൈവത്തെ മറന്നിടല്ലേ. സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നിടല്ലേ. തലയെ മറന്നുപോയാൽ ഉടലിനു വിലയില്ലല്ലോ. തലയോടു മറുതലിച്ചാൽ ഉടലിനു നിലയില്ലല്ലോ. സഭയെ, തിരുസഭയെ, ദൈവത്തെ മറന്നിടല്ലേ. സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നിടല്ലേ. തലയെ മറന്നുപോയാൽ ഉടലിനു വിലയില്ലല്ലോ. തലയോടു മറുതലിച്ചാൽ ഉടലിനു വിലയില്ലല്ലോ. പ്രിയമുള്ളവരെ, 7 കൂദാശകൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? ഇല്ലെങ്കിൽ ഈ മാലാഖ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. മാമോദീസ, ശൈലലേപനം, വിശുദ്ധ കുർബാന, കുംഭസാരം, തിരുപട്ടം, വിവാഹം, രോഗിലേപനം. അപ്പോൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്നും
തറവാടികളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്ന, കൂദാശകൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്ന സഭാസ്നേഹികളായ ക്രിസ്തു ശിഷ്യരാകണം, അല്ലേ? കഥാകാരൻ എന്തിനിത്രയും സംശയിക്കുന്നു? ഫലം നൽകുന്ന വൃക്ഷത്തിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കൂ. എന്ത്? അപ്പോൾ ഞാൻ തോമാസ് ലീഹായിൽ നിന്നും സ്നാനം സ്വീകരിച്ച കുടുംബത്തിൽപ്പെട്ടവനാണെന്നോ, ഞായറാഴ്ച ക്രിസ്ത്യാനിയാണെന്നോ, ദുഃഖവെള്ളി ക്രിസ്ത്യാനിയാണെന്നോ, പെരുന്നാളുകൾ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനിയാണെന്നോ, ഇന്ന രൂപതക്കാരനോ ഇന്ന ഇടവകക്കാരനോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? എന്താ സംശയമെന്ന കഥാകാര? സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യാനികളെ അന്നും ഇന്നും ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സഭയ്ക്കും ആവശ്യമില്ല. പിന്നെയോ നീ ഫലം നൽകുന്ന ക്രിസ്ത്യാനിയാണോ എന്നതാണ് ദൈവം തമ്പുരാൻ അന്വേഷിക്കുന്നത്. പണ്ടൊരു അത്തിമരം പടർന്നങ്ങു പന്തലിച്ചു, തോട്ടക്കാരൻ ഇറങ്ങി വന്നു, ഫലമൊന്നും കണ്ടതില്ല. പണ്ടൊരു അത്തിമരം പടർന്നങ്ങു പന്തലിച്ചു, തോട്ടക്കാരൻ ഇറങ്ങി വന്നു, ഫലമൊന്നും കണ്ടതില്ല. ഫലമില്ലാതായാൽ പിന്നെന്തിനു കൊള്ളാം? നിലത്തെ വെറുതെ നിഷ്ഫലമാക്കി കളഞ്ഞിടലേ. ഫലമില്ലാതായാൽ പിന്നെന്തിനു കൊള്ളാം? നിലത്തെ വെറുതെ നിഷ്ഫലമാക്കി കളഞ്ഞിടലേ. ഫലമുള്ള തോട്ടമായിടാം, ആത്മാക്കളെ നേടാം. നല്ല ഫലമുള്ള തോട്ടമായിടാം, ആത്മാക്കളെ നേടാം. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിച്ചാൽ, കുദാശകൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകും, അല്ലേ? നിയമങ്ങൾ പാലിക്കുന്നവരെയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയുമല്ല തന്റെ പിതാവ് തേടുന്നതെന്ന് കിണറ്റിൻകരയിലെ സമരിയാക്കാരി സ്ത്രീയോട് ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈശോ പറഞ്ഞതല്ലേ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകരെയാണ് എന്റെ പിതാവ് തേടുന്നതെന്ന്. എന്നുവെച്ചാൽ സ്വർഗത്തിൽ നിന്നും എന്റെ കൂടെ ഇറങ്ങി വന്ന ദൂതന്മാരെ, നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം നൽകുവിൻ. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകർ ആകണമെങ്കിൽ വിശ്വാസ പരിശീലനം തീഷ്ണതയോടെ നടത്തണം. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകരാകണമെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ പ്രധാനമന്ത്രി വിളിച്ചാലും ഫോൺ എടുക്കാതിരിക്കണം. മാത്രമല്ല, വഴിപിഴച്ച ബന്ധങ്ങളും ലഹരിയുടെ അടിമത്തവും നീ ഒഴിവാക്കണം. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധകനാകണമെങ്കിൽ ക്രൈസ്തവ സഭയെയും സന്യാസത്തെയും വൈദികരെയും അൽമായരെയും അവഹേളിക്കുന്ന കക്കുകളിയാണേലും സിനിമാ കളിയാണേലും ചാനൽ അന്തിച്ചർച്ചകളാണേലും മണിപ്പൂർ മോഡൽ ക്രൈസ്തവ പീഡനമാണേലും ആശയപരമായി പ്രതികരിക്കാനും പ്രതിരോധം സൃഷ്ടിക്കാനും സാധിക്കണം. അതെ, നിങ്ങൾ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കണം. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കുപിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാണായി എന്നെ മാറ്റണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശുദ്ധി തൻ പളുങ്കു പാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ. സഭയെ പീഡിപ്പിക്കുന്നവരെ, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.
നിങ്ങളിലെ സാവൂൾ തിരിച്ചറിയട്ടെ, തിരുസഭയെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ തന്നെയാണ് പീഡിപ്പിക്കുന്നതെന്ന്. കഥാകാര, നിന്റെ പ്രാർത്ഥന നല്ലത് തന്നെ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടത്. 12-ൽ ഒരുവനായ എൻ്റെ ശിഷ്യൻ തോമ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന അവന്റെ വാക്ക്. ഇനി നിങ്ങളുടെ അവസരമാണ്. എൻ്റെ ശിഷ്യനാണ് എന്ന് ജീവിതം കൊണ്ട് വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ അവസരം. ലോകരക്ഷകനായ യേശു ക്രിസ്തുവെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ ഞാൻ തയ്യാറാണ്. കക്കുകളിക്കാരെ, സിനിമ കളിക്കാരെ, കപട രാഷ്ട്രീയക്കാരെ, ദാ കണ്ടുകൊള്ളൂ, നിങ്ങൾ പീഡിപ്പിച്ച ക്രിസ്തുവാണ് ഈ നിൽക്കുന്നത്. ഇത്രയെങ്കിലും പറഞ്ഞാലേ ഉണ്ട നേർച്ച ഊണിനെ നന്ദിയുള്ളവരായി നാം തീരൂ. തോമാസ് ലീഹായെ അനുഗ്രഹിക്കുന്ന ക്രിസ്തു ശിഷ്യനായി ഞാനും നിങ്ങളും മാറൂ. പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചവൻ, പ്രാണനേകി നമ്മെ പാലിച്ചവൻ, പ്രാണനേക്കാൾ നമ്മെ സ്നേഹിച്ചവൻ, പ്രാണനേകി നമ്മെ പാലിച്ചവൻ, ആ പ്രാണനാഥനെ മറന്നിടല്ലേ, ആ സ്നേഹം മറന്നിടല്ലേ, ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവസ്നേഹം മറന്നിടല്ലേ. കാലമേറെ ചെല്ലും മുമ്പേ പ്രാണനാഥൻ വന്നിടുമേ, ചോരതന്നു വീണ്ടെടുത്തോ കണക്കന്നു ചോദിക്കുമേ. കാലമേറെ ചെല്ലും മുമ്പേ പ്രാണനാഥൻ വന്നിടുമേ, ചോരതന്നു വീണ്ടെടുത്തോ കണക്കന്നു ചോദിക്കുമേ. ദയവ് ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ, വിശ്വസ്തരായ ദാസരായി നിന്നിടണേ. ദയവ് ചെയ്തു തമ്പുരാനെ ദുഃഖിപ്പിക്കല്ലേ, നല്ലവരായ ദാസരായി നിന്നിടണേ. യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. നല്ല യേശുവിനെ മാതൃകയാക്കാം, നിത്യതയെ ലക്ഷ്യം വയ്ക്കാം. യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്, യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ആരുണ്ട്, എന്റെ യേശുവിനായി ജീവൻ തരാൻ ആരുണ്ട്. യേശുവിനായി ജീവിക്കാനും യേശുവിനായി ജീവൻ നൽകാനും ഇന്നിന്റെ തോമമാനായ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട്. യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, എന്റെ യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, എന്റെ യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, എന്റെ യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്, യേശുവിനായി ജീവിച്ചിടാൻ ഞാനുണ്ട്, യേശുവിനായി ജീവൻ തരാൻ ഞാനുണ്ട്. ഇന്നിന്റെ തോമമാനായ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട്.